Yes, Sharanya. Good morning, sir. Afla and Tansia, good morning. Good morning, sir. Good morning, sir. Yes, good morning, me. Veena, Jimmy Alex, Adina Krishna, good morning. Rubina, good morning. Okay, Rinsi, Vijay Roy, Joman, Nancy, Achu, Honey, good morning. Okay, Ashiri, good morning. Good morning. Okay, Aparna. Okay, let us start. Arabichalo. Let us start. Yes, sir. Okay, okay, Vinisha. Okay, Afla, okay, Bensira. Let us start. Very good, Nimi. Yes, Sharani, okay. Let us start. Okay, Biji, okay, Rabina. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓക്കെ അപർണ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ടെൻസ് മാത്രമാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ഒരു ടെൻസിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ആ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ സൂചിപ്പിച്ചു ഹാബിച്വൽ ആക്ഷൻ. ഓക്കെ, അഫ്ല അങ്ങോട്ട് വരുന്നുണ്ട്, ഒറ്റ മിനിറ്റ് കേട്ടോ. ഓക്കെ അഫ്ല, അഫ്ലയെ ലീഡറാക്കാൻ പറ്റിയാണ് അല്ലേ? സാധാരണഗതിയില് വീട്ടില് അച്ഛൻ വരുമ്പോ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്ന ആളാരായിരിക്കും? ഇളയ മകളായിരിക്കും അല്ലേ? അത് അവിടെ ഇങ്ങനെ പ്രശ്നമുണ്ടായി, അതിങ്ങനെ പ്രശ്നങ്ങളുണ്ടായി, എല്ലാം പറയുന്നത് ആരായിരിക്കും? വാത്സല്യമുള്ള കുട്ടിയായിരിക്കും. യെസ്, ഓക്കെ അഫ്ല, ഞാൻ വരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ഒരു ടെൻസിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ സൂചിപ്പിച്ചത്. ആ ഒരു ടെൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഹാബിച്വൽ ആക്ഷൻ എന്ന് പറഞ്ഞു. എസ് ചേർക്കേണ്ട സ്ഥലം ഏതാണെന്ന് പറഞ്ഞു. ഡു നോട്ട്, ഡസ് നോട്ട്. ഡു ആദ്യം വരുന്നത്, ഡസ് ആദ്യം വരുന്നത്. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഓക്കെ 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 ഓക്കെ, നമുക്ക് അടുത്ത ടെൻസിലേക്ക് കടക്കുന്നതിന് മുമ്പ്, അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും പറഞ്ഞു വരുമ്പോൾ പറഞ്ഞ് തീരാൻ സമയം കിട്ടാത്തത് കൊണ്ട് ഓക്കെ ശരണ്യ അല്ല സയാന, യെസ്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് ഒന്ന് അവതരിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ആ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനിലേക്ക് കിടക്കാം. അപ്പൊ ഞാൻ അതിന്റെ കുറച്ച് മോഡൽ പോലെ പറഞ്ഞു. ഇപ്പൊ വരുന്നത് വീണയാണ്. അപ്പൊ വീണക്ക് എന്ന് പറയാം, മൈ നെയിം ഈസ് വീണ, ഐ ആം കമ്മിങ് ഫ്രം പത്തനംതിട്ട, ഐ ആം എ ഗ്രാജുവേറ്റ്. പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ സ്പെഷ്യലൈസേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയാം, ഐ ആം I have also a computer diploma holder. അപ്പൊ അത് നമുക്ക് പറഞ്ഞു. ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ കുറിച്ച് പറയാം. I was the top when I was studying in Denmark Humanities College.
അങ്ങനെ വേണമെങ്കിൽ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം റിമാർക്കബിൾ ആയ സ്പോർട്സിനോ അങ്ങനെയൊക്കെ എടുത്ത് പറയത്തക്ക ഐ വാസ് എ വിന്നർ ഇൻ സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷൻ, അങ്ങനെ എന്തെങ്കിലും റിമാർക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയാം. ഐ ക്യാൻ ഹാൻഡിൽ ഇംഗ്ലീഷ്. ഐ ആം കോൺഫിഡൻറ്റ് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്, മലയാളം, തമിഴ് ആൻഡ് ഹിന്ദി. ആൻഡ് മൈ അംബിഷൻ ആൻഡ് മൈ ഹോബീസ് ആർ എന്ന് പറഞ്ഞു. മൈ അംബിഷൻ is to be employed in a reputed hospital. So that is all about myself. അത്രയും പറഞ്ഞു. And I also thank you for giving me a chance to introduce myself. അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് അതിവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പൊ അത്രയും പോയിന്റുകൾ പറഞ്ഞില്ല. ഞാനിത് പറഞ്ഞ പോയിന്റുകൾ നിങ്ങൾ എടുത്തോന്നില്ല. നിങ്ങൾക്ക് കുറച്ചുകൂടി വൈവിധ്യവും വ്യത്യസ്തവുമായിട്ടുള്ള ഐഡിയാസ് ഉണ്ടെങ്കിൽ ആ വഴിയിൽ ഒന്ന് ചിന്തിച്ചു. ഞാൻ ഒരു സജഷൻസ് അങ്ങനെ മുന്നോട്ട് വെച്ചത് മാത്രമേ ഉള്ളൂ. ഓക്കെ 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 ഓക്കെ. അപ്പോ ആരാണ് ആദ്യം പറയുന്നത്? ആ ഓക്കെ ഓക്കെ. അപ്പോ തസ്നിയ പറഞ്ഞു കഴിയുമ്പോഴേക്കും അടുത്തൊരാൾക്ക് എഴുതി കഴിച്ചാൽ മതി. അപ്പൊ ഞാൻ അതനുസരിച്ച് വിളിച്ചോളാം. യെസ്, അപ്പോ പറയാം. ഒരു മിനിറ്റ്. സാർ ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് സാർ. അടുത്ത എന്നെ ഒന്ന് വിളിക്കുമോ? ഞാൻ ഒരിടത്തൊരു പോകാനായിട്ട് ഒന്ന് റെഡി ആയിട്ട് ഇരിക്കുവായിരുന്നു, പറഞ്ഞിട്ട് പോകാൻ വേണ്ടിട്ടായിരുന്നു. ശരി, ഓക്കെ. ആദ്യത്തെ ആള് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് ആദ്യത്തെ വിളിക്കാം. ഓക്കെ, നോ പ്രോബ്ലം. അങ്ങനെ ഓക്കെ. ആദ്യത്തെ ആളാരാണ്? ഓക്കെ സാർ, പറയട്ടെ. ഓക്കെ, പറഞ്ഞോളൂ. Good morning, sir. It's my pleasure to introduce myself to you. My name is Tansia Kabir. I am 26 years old. I live in Kodugura and have a family of 6. I have done my bachelor degree in commerce from MG University and Lesser College of Arts and Science. I have got experience in engineering for 1 year. My strengths are I am hardworking, quick learner, self-motivated, and a multitasker. My hobbies are listening to music. Then my short-term goal is to get a job in a reputed company, and my long-term goal is to achieve a higher position in same company. Then that's all about me. Thank you, sir. ഓക്കെ. കുഴപ്പമില്ല. കുറച്ചുകൂടി ഇത്തിരി സ്പീഡ് ഇത്തിരി കൂടി എന്ന് മാത്രമേ ഉള്ളൂ. ഇത്തിരി വേണമെങ്കിൽ നമുക്ക് ലെജിബിൾ ആക്കാമായിരുന്നു. അത് കറക്റ്റ് ആവും. ഇടയ്ക്ക് മൈ സ്ട്രെങ്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നപ്പോൾ ചെറിയൊരു നല്ല ഫ്ലോയിൽ അവിടെ വന്നപ്പോൾ മാത്രം ചെറിയൊരു ഒന്ന് സ്റ്റോപ്പായി അല്ലേ? ഓക്കെ. അത് അവിടെ 6 വേണമെന്ന് കൺഫ്യൂഷൻ വന്നതാണോ എന്ന് എനിക്ക് തോന്നി. യെസ്, ഓക്കെ. വെരി ഗുഡ്. ഓക്കെ തസ്നിയ, നന്നായിട്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ആതിര കൃഷ്ണയ്ക്ക് മറ്റേ വീഡിയോ പോകാനുള്ളത് കൊണ്ട് ആതിര കൃഷ്ണയ്ക്ക് നമുക്ക് കൊടുക്കുക വിചാരിച്ചു. അത് കഴിഞ്ഞാല് അഫ്ല. സാർ ഹലോ സാർ, പറഞ്ഞോട്ടെ? യെസ്, carry on ആതിര. Sir, my name is Adira Krishnan. I am coming from Karunagapalli, Kollam. I am completed my school at UPGS Karunagapalli. And my higher secondary studies I am studied in model school Karunagapalli, and then I have studied BAMS course, not completed. I have one supply for exam. Then I joined hospital administration course. I'm married. I have 2 children. Then I am my ambition is to work as a doctor, Ayurveda doctor. That's all, sir. തിരക്കായുണ്ടോ സാർ? ഞാൻ ഇത്ര പ്രിപ്പയർ ചെയ്തോളായിരുന്നു, അതുകൊണ്ടാ. ഓക്കെ. കുഴപ്പമില്ല. അപ്പൊ അതില എനിക്ക് തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞാല് കുഴപ്പമില്ല. അതിൽ പറഞ്ഞ പോയിന്റുകളൊക്കെ കറക്റ്റ് ചെയ്ത് ഈ ശ്രദ്ധിച്ചോളാം. അതിൽ 2 സെന്റൻസിന്റെ ഇടയിൽ എടുക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതങ്ങോട്ട് കട്ട് ചെയ്ത് കളയുക. അപ്പൊ കുറച്ചുകൂടി ഭംഗിയായി.
ഇങ്ങനെ ആലോചിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ എ എന്ന് പറയുന്ന സാധനം അവിടെ കട്ട് ചെയ്ത് കളഞ്ഞ് അത് സ്വന്തമായിട്ട് കേട്ട് നോക്കിയാൽ മതി. അപ്പൊ ആ സാധനം അവിടെ കട്ട് ചെയ്ത് കളഞ്ഞാൽ കുറച്ചും കൂടി ഭംഗിയായി കേട്ടോ. ഓക്കെ ഓക്കെ, ആദ്യം പറഞ്ഞ തസ്തിക്ക് അത് ഉണ്ടായില്ല, ഫ്ലോ ആയിട്ടുള്ളത്. ഓക്കെ ഓക്കെ, അപ്പൊ അതിനെ റെഡിയാന്ന് വെച്ച് കഴിഞ്ഞാല് സന്തോഷത്തോടുകൂടി പൊക്കോളും. വെരി ഗുഡ്. ഓക്കെ ഓക്കെ, അഫ്ല കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഷില്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്രുതി. ഇനി ബാക്കിയുള്ളവർക്ക് പറയാട്ടോ. അപ്പൊ ഇത്രയും പേര് വരെ വന്ന് നിൽക്കുകയാണ്. യെസ്, ഓക്കെ. അപ്പൊ ആഷിലി അല്ല അഫ്ല പറഞ്ഞോളൂ. Good morning to all. I am Afla from Perumbavoor. I am a married person and a proud mother of 2 wonderful children. My family is my greatest support and I am grateful to have them in my life. I have completed my +2 education and hold a diploma in hospital administration. I am passionate about delivering quality patient care and excited to contribute my skills and experience to healthcare team. In my free time, I enjoy cooking and trying out my new recipes. I am also a music lover and enjoy listening to various genres. I am confident to speak Tamil and English, and I am eager to work in a multicultural environment. I am looking forward to discussing my application and how I can contribute to the team's success. And thank you, sir, for giving such an opportunity like this. Thank you, sir. Okay. Very good, very good, very good. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് നമുക്ക് കാണാതെ പറഞ്ഞു നോക്കണം. ഈ നമുക്കിപ്പോ ക്ലാസ് നോക്കിയിട്ടുണ്ടാവും. അപ്പോഴാണ് അത് നമ്മുടെ ഉള്ളിൽ വരുന്ന പോലെ ഒരു ഫീലിംഗിലേക്ക് വരും. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. നന്നായിട്ട്. യെസ് സാർ, ഇതെന്താ നമ്മള് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണോന്ന് ഞാനിപ്പോ വന്ന് ജോയിൻ ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് അറിയില്ല. ഓക്കെ. അപ്പൊ ഇന്നലെ നമ്മൾ കൊടുത്തൊരു വിഷയമായിരുന്നു രമേശ, സെൽഫ് ഇൻട്രൊഡക്ഷൻ. അതായത് ഒരു ഇന്റർവ്യൂവിൽ നിങ്ങൾ പങ്കെടുത്ത് കഴിയുമ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഫസ്റ്റ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഗിവ് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് യുവർസെൽഫ്. അപ്പൊ നിങ്ങളെ കുറിച്ച് നിങ്ങൾ 2 വാക്കോടെ പറയുന്നത് അത് അതില് ആ ഇന്റർവ്യൂ ബോർഡ് മെമ്പേഴ്സ് വീഴണം. അതാണ്. അപ്പൊ ഇത് രണ്ടോടെ കേൾക്കുക, കേട്ടിട്ട് റെഡി ആയിക്കോളൂ, പ്രിപ്പയർഡ് ആയിക്കോളൂ. ഓക്കെ. ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ. ഓക്കെ. അപ്പൊ നന്നായിട്ടുണ്ട് കേട്ടോ അഫ്ല, നന്നായിട്ടുണ്ട്. ഓക്കെ, നല്ല 2-3 കാര്യങ്ങളൊക്കെ നല്ല സ്റ്റൈലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു ഗെറ്റ് എ പോസിറ്റീവ് റിപ്ലൈ ഫ്രം യു. ഒക്കെ നല്ല രസകരമായിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. വളരെ പോസിറ്റീവായിട്ടുണ്ട്. എന്താ വിനീഷ പറയാൻ പോയ? സാർ, ഞാൻ ഇന്നലെ ഈ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല, എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതുവരെ ഇന്നുണ്ടല്ലോ വിനീഷ. ഓക്കെ. അപ്പൊ 1-2 കേട്ട് നോക്ക്. അപ്പൊ ഒന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ശരി. അപ്പൊ ശരി, അടുത്തത് ആശ്വലി പറഞ്ഞോളൂ. ആശ്വലി ഇവിടെ? ആശ്വലി സാർ, ഞാൻ അടുത്ത പറഞ്ഞാൽ മതിയോ? ഓക്കെ. നോ പ്രോബ്ലം. അത് ശ്രുതി പറഞ്ഞോളൂ. ശ്രുതി. Sir, good morning. Myself Shruti. I am from Pathanamthitta. Yes. I completed my BTech from SNGCT Pioneer, and also I completed my hospital administration diploma. Yes. I have done my schoolings from Santam Higher Secondary School, which is in my hometown. Yes. If I say about my work experience, I have worked as a team leader in Tele1 for 3 years. Yes. My strengths are hardworking, teamwork, etc. Yes. Also, my family includes my husband, daughter, and I. Yes. The languages I know are Malayalam, English, Hindi, and Tamil. Yes. My hobbies includes watching TV, cooking, and listening to music. Yes. My ambition is to work in a reputed hospital because it can help me to grow in my career, and also I believe that being in that kind of reputed hospital will help me to learn about many things. That's all about myself, sir. ഓക്കെ. നന്നായിട്ടുണ്ട് ശ്രുതി. വെരി ഗുഡ്. വളരെ പൊളൈറ്റ് ആയിട്ടും വളരെ ക്ലീൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. വെരി ഗുഡ്. ഓക്കെ. ശ്രുതി. ഓക്കെ. ശരണ്യ.
ആഷിന് റെഡിയാകുമ്പോൾ പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ ആ സാർ ഞാൻ റെഡിയാണ്. അവിടെ പറഞ്ഞോളൂ, ആഷിന് പറഞ്ഞോളൂ. ശരണ്യ ഒരു മിനിറ്റ്, ശരണ്യ ഒരു മിനിറ്റ്, ആഷിലേക്ക് കൊടുക്കാം. Good morning, sir. First of all, thank you for giving me this opportunity to introduce myself. My name is Ashley. I'm from Calicut, staying in Kadlundi. I did my degree in Calicut University. My strength is I am self-motivated and smart working. My short-term goal is to get a job in your company, and my long-term goal is to achieve a good position in my profession. My hobbies are playing with my children, cooking and teaching. That's all about me. Thank you, sir. ഓക്കെ 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 ആഷ്ലി, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ, കൊച്ച് ബഹളം ഉണ്ടാക്കുന്ന സാധ്യത ഉള്ളതുകൊണ്ട് വളരെ പെട്ടെന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ, ഭാഗ്യ ഗുഡ് മോർണിംഗ്. യെസ്, ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് ആഷ്ലി, കുഴപ്പമില്ല കുഴപ്പമില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും വളരെയധികം വേറെ ലെവലിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ ഓക്കെ, ശരണ്യ പറഞ്ഞോളൂ. ശരണ്യ. Hello. യെസ്, പറഞ്ഞോളൂ ശരണ്യ. Good morning, sir. And my Yes. name is Sharanya. I'm coming from Thrissur, and I'm married. My husband name is Subish. He is a fabricator. I have one child. Her name is Rudradev. He is 2 years old. I'm completed my plus 2 studies in SMT GHSS Chelakara and completed my diploma course in Sri Krishna Nursing Institute, Vadakanjeri. I have a 4 years experience in this field, and I am and my family is and my strength, and mm, and my hobbies are singing and dancing and little bit of cooking, and I am confident to handle Malayalam and Tamil and little bit of English, and my ambitions is working from a reputed hospital, and thank you for giving me this opportunity. Thank you. Okay, welcome. നന്നായിട്ട് പറഞ്ഞു ശരണ്യ. Okay, okay. You told that you know Tamil. How did you know Tamil? Hello. How did you know the Tamil? അങ്ങനെ സാധാരണ തമിഴ് ഫിലിംസ് ഒക്കെ കൂടുതൽ കാണാറുണ്ട്. അപ്പൊ അങ്ങനെ അറിയാം. പിന്നെ വല്യമ്മയുടെ ഹസ്ബൻഡ് അവര് തമിഴാണ്. അപ്പൊ അവരിങ്ങനെ വരുമ്പോ ഇങ്ങനെ അവരുടെ അടുത്ത് സംസാരിച്ചിട്ടൊക്കെ ചെറിയ രീതിയിലൊക്കെ അറിയാം. Suppose that you are appointed in Tamil Nadu, will you accept that appointment? ഒരു ചോദ്യം ചോദിക്കുന്നു. Yes. What do you say? Yes. Yes. Okay, sir. Very good, very good. Okay, okay, okay. And you told that you have the habit of singing song. Which Yes. type of song you sing? Malayalam, Hindi, Tamil? മലയാളം, ഹിന്ദി, തമിഴ്, ചെറുതായിട്ടൊക്കെ ഇംഗ്ലീഷ് അങ്ങനെയൊക്കെ. Okay, okay, okay. Have you studied in music? No. No. Yes, sir. Okay, okay, okay. If is your father, mother, or relatives, anybody artist? My father is ഇതേപോലെ ചെറുതായിട്ടൊക്കെ പാടും. Yes. We got this inspiration from your father. Yes. So, can you sing a Malayalam song? Yes. One minute. ഒരു മിനിറ്റ് തരാം. ഏതപ്പോ പാടെ പെട്ടെന്ന് പറഞ്ഞ. ഹോസ്പിറ്റലിൽ ധാരാളം പേഷ്യൻസ് ഉണ്ടാവുമല്ലോ. ചിലപ്പോ അവര് വേദന അനുഭവിക്കുന്ന ആളെന്നെ ചിലപ്പോ പാട്ട് പാടി രക്ഷിപ്പിക്കേണ്ടി വന്നേക്കാം. അപ്പൊ അതുകൊണ്ട് ചോദിച്ചു. യെസ്, ഞാനിപ്പോ ഇന്റർവ്യൂ പോലുള്ള ആളായിട്ടൊക്കെ സംസാരിക്കുക, ജോബ്ദാറല്ല. ഓക്കെ, വിത്ത് പ്രശ്നം. ഇരുൾ പരപ്പിൽ ഇറൻമുടിയിൽ തിങ്കൾ കലചൂടി പറന്നുയർന്നൊരു പൊന്നുയിലെ പൊന്നായി മിന്നി ഏഴിമലയിലെ ഏലമലയിലെ
പീലി ചൂടും മയിലു പോലെ കനവിൽ കളിയാടി നീ തീരാമോഹം മുടലാർന്നവനീ അലകടലൊളിയാരു നീ കനലുടെ അഴകാരു നീ തിരയുടെ വരവാ അലയുടെ ചികവാരോ മുടിയിഴയുമൊരഴകി തിരച്ചിതറിയ മിഴിയിൽ രതിയോ സതിയോ കനലോ കതിരോ കനവോ മൊഴിയോ ഇനി നീ പറയൂ ആ മീരാ. താങ്ക് യു സർ. വെരി ഗുഡ് ശരണ്യ. ശരണ്യ സൗണ്ട് നല്ല രസം കൊണ്ട് കേൾക്കാനായിട്ട് കേട്ടോ. പിന്നെ ഇത് പറഞ്ഞ എന്താ പറയാ പാടാൻ കാണിച്ചൊരു മനസ്സില്ലേ, അതിനെല്ലാം പ്രത്യേക എന്താ പറയുക. ഇത് ഏതിന്റെ വരികളാണ് ഈ പാടിയത്? ഇത് ഉറുമി എന്ന് പറഞ്ഞ ഫിലിമിന്റെ ഒരു സോങ്. Yes. Very good. Okay, so I ask you one more question. If you are appointed, what is the salary that you expect per month? 20,000. 20,000 per month. Okay. Okay, you please go now. You can expect a positive goal as early as possible. Thank you, sir. Yes. Okay. Very good. Yes. അപ്പൊ ശരണ്യ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ശരണ്യ ഒരു പാട്ടൊക്കെ പാടി വരുമ്പോ ശരിക്കും ഇതൊക്കെ കയ്യിലെടുക്കാൻ പറ്റും. പാടാൻ പറഞ്ഞാൽ പാടിക്കോളണം. Yes, first obey, then protest. Okay. Very good. Next is Bini Alex, അത് കഴിഞ്ഞ വിനീഷ, അത് കഴിഞ്ഞാൽ അപർണ. ഇനി അടുത്ത ആർക്കും പറയാട്ടോ, അടുത്തത് ഞാൻ പറഞ്ഞോളാം. Yes, Bini Alex. Good morning. Good morning. First of all, I'm grateful for this opportunity to introduce myself. My name is Bini Alex. I'm coming from Karanjura, a small village in Thrissur district. I'm excited to be interviewing here today for the position of PRO officer. I am an MBA graduate in Finance and Marketing from Naipunya Business School and to have a certification in Professional Accounting with SAP. After my academic excellence, I took a gap for some personal reasons and recently completed Diploma in Hospital Administration. Yes. My strengths are I am honest, self-motivated, hardworking, and a disciplined person. I like to stay positive in every situation and will do my work honestly and on time. I'm confident in Malayalam and English and little bit of Tamil and Hindi. Though my background is in finance and marketing, I have gained a strong skill in hospital administration that I believe will help me to excel in this role. I'm greatly looking forward to being part of this dynamic team and supporting its rapid growth. That's all about me. Thank you again for this opportunity. Okay, Billy. നന്നായിട്ടുണ്ട്. ആ MBA കൊണ്ടൊന്ന് കണക്ട് ചെയ്ത് നന്നായിട്ടുണ്ട്. ഞാനത് MBA ആണല്ലോ, പിന്നെ എന്തുകൊണ്ട് ഇങ്ങോട്ട് വന്നു എന്നൊരു ചോദ്യം ചോദിക്കാൻ പോവുകയായിരുന്നു. അപ്പോൾ ആ ഒരു ചോദ്യത്തിന്റെ ഗ്യാപ്പ് കൃത്യമായിട്ട് അടരും. ഓക്കെ ബിനി, വെരി ഗുഡ്. ഓക്കെ. യെസ്, വിനീഷ. Yes, sir. ഓക്കെ, പറഞ്ഞോളൂ വിനീഷ. Okay, sir. I'm Vinsha. I'm Yes. the younger child. Yes. Married and mother of both. Yes. My qualification is the +1 and OIC course complete. Yes. My hobby cooking and drawing. Yes. I live Kuthuparamba. Yes. I am doing the hospital administration now. Yes. Okay, sir. ഇത്രേ നമുക്ക് ഈ ഒരു ടൈം കൊണ്ട് ഓക്കെ. അപ്പൊ ഫിനിഷിന്റെ കയ്യിൽ കാലിബർ ഉണ്ട്, കുഴപ്പമില്ല. ഒന്നും കൂടി നമുക്ക് സമയം കിട്ടി ശ്രമിച്ചു കഴിഞ്ഞാല് ഇന്റർവ്യൂവിൽ പോകുന്നതിന് ഒന്നും കൂടി നമുക്ക് റെഡിയാക്കാൻ പറ്റും. ഓക്കെ വിനീഷ ഇന്ന് വന്നതിന് ശേഷമാണ് ഈ സംഭവത്തെ കുറിച്ച് അറിഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത്രയും പറഞ്ഞത്. ഓക്കെ വിനീഷ,
Very good, very good. Thank you, sir. Yes. Very good, very good. Aparna. Aparna. Yes. Aparna. Yes. ഇനിയിപ്പോ വേറെ ആരും ഇങ്ങോട്ട് വന്ന് പറഞ്ഞിട്ടില്ല. ഇനി ആർക്കെങ്കിലും ശ്രീലക്ഷ്മി സാർ ആയത് കഴിഞ്ഞാൽ ഞാൻ പറയാം. ഓക്കെ രമേശ. യെസ് യെസ് യെസ്. അപ്പൊ ആദ്യം നമുക്ക് വീണയെ വിളിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം രമേശ. ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം ഭാഗ്യ. ആദ്യം വീണ, രമേശ, ഭാഗ്യ. ഭാഗ്യ കഴിഞ്ഞ പിന്നെ ഒരാൾ വന്നല്ലോ, ചിപ്പി കഴിഞ്ഞിട്ട് ഒരാൾ കൂടി വന്നല്ലോ, ശരൺ. ഓക്കെ ഓക്കെ. ചിപ്പി കഴിഞ്ഞിട്ട് ഒരാൾ കൂടി വന്നല്ലേ. റിൻസി അല്ലെ? റിൻസി ആൻഡ് സയാന. ഓക്കെ 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 ഓക്കെ. റിൻസി, സയാന. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ 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 ഓക്കെ. ഓക്കെ. അപ്പൊ നമുക്ക് വീണയെ വിളിക്കാം. വീണ. ഓക്കെ 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 ഓക്കെ. Good morning, sir. My name is. Okay. I am coming from Ernakulam. I Yes. have completed civil engineering and work in a construction company for 10 years. Yes. After that, I did not work for 8 years. After Yes. that, now I want to do hospital worker. So Yes. now I am studying hospital administration course. Yes. I want to work in this hospital. Yes. I can speak English, Hindi, and Malayalam. Yes. That's all about me. Thank you, Okay, sir. okay. Okay, okay. How did you know Hindi language? Sir, How did you know Hindi language? construction company working time, all workers are Hindi. Okay, okay. But- They are bias. So Yes, sir. Yes, sir. you came to understand Hindi. So I ask you one question. So a worker that is from North India and one worker is. So Veena, I am going to ask you a personal question. Suppose that you are going to build a new house for you, and there is a worker from Kerala and there is a worker from North India. Which worker that you will prefer? North India. North Malayalis work is very cheap. Yes. Hindi persons are working full time. I want to how many times work that person working that time. Malayali time, Malayali persons are correct time go to house. Yes. Night time I want to some work. Hindi persons are already ready for that work. You have no love for Kerala. Kerala, but Kerala persons are all persons party based persons. Suppose that I ask you one more question. Most of the people say that the people of Kerala, they are very efficient and very talented. But these workers from North Indian side, they are really not technical. They can be used only the manual labors. Am I right? Yes, sir. But party spirit, that's Yes. my problem. Yes. That was Hindi person fighting. Hindi persons are small aged. Yes. 20, 25, 60 years persons are fighting that Hindi persons. Yes. Okay. I asked the question because that you know that you said that you know Hindi. That is okay. Veena, very good. Very good. Very good. Okay. Aparna നേരത്തെ വിളിച്ചിട്ട് വരാൻ പറ്റിയില്ല. അപ്പൊ അപർണയ്ക്ക് ശേഷം നമുക്ക് രമേശിലോട്ട് വരാം. അപർണ. ഹലോ സാറേ പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ.
Good morning to all. My name is Yes. Abarna. I am from Aluva. I am married. I have one child. I am 26 years old. I am completing Yes. diploma in pharmacy. I am still Yes. working from Kinfaba, Kalmacheri. And Yes. my hobbies are cooking and cooking and thank you for giving me chance for introducing Sashmi. സോറി സാർ കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടായി. ഞാൻ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Yes. Okay. അപർണക്ക് മനസ്സിലായത്. കാരണം അപർണ എത്രയും പെട്ടെന്ന് പറഞ്ഞ് ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കുന്ന കണ്ട് അപ്പൊ ഞാൻ ചോദിക്കാൻ പോവുകയായിരുന്നു. അപർണ ഇപ്പൊ ഊട്ടിയിലാണോ എന്ന് ചോദിക്കാൻ പോവായിരുന്നു. ഓക്കെ അപർണ, ഐ അപ്രീഷിയേറ്റ് യുവർ മൈൻഡ്. കാരണം അതിന്റെ ഇടയിലും ഇത് പറഞ്ഞിട്ട് പോകാമെന്ന് അപർണ തീരുമാനിച്ചതല്ലേ. ഓക്കെ. ഓക്കെ, താങ്ക് യു സാർ. അഭിനന്ദിക്കുകയാണ്. ഓക്കെ. വെരി ഗുഡ്. ഓക്കെ. ഗഫൂർ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ വരാം കേട്ടോ. യെസ്. അപ്പൊ ഇനി അടുത്തത് റമീഷ. I am Remisha. I am coming from Malappuram district. I have a beautiful family. It includes father, mother, 2 children, and husband. My husband works in a sound technician in digital sound field. I have a good mother of 10-year girl and 6-year boy. In school time, I have not entered in the tuition class. I study alone my all subjects in all classes. But all teachers and colleagues appreciate me for top scorer in plus 2 and SSLC. I would like to become a chartered accountant. So that I choose the commerce in plus 2 and BCom in degree. But I am not a luck person because my dream was not fulfilled. I am discontinued in the BCom and I throughout the married life. I lost my ambition. Now I joined in the hospital administration course. My belief that I work well performed in the hospital field and services themselves. Thank you, sir. ഓക്കെ. കൊള്ളാം. പഠിപ്പിക്കാൻ പോകുന്നതിന്റെ ചെറിയൊരു വ്യത്യാസം ഇതിനകത്ത് ഉണ്ടായത് കേട്ടോ രമീഷ. ഓക്കെ. വെരി ഗുഡ്. യെസ്, ചിപ്പി പറഞ്ഞോളൂ. ചിപ്പി. ഹായ് സർ, ഇന്ന് എന്തെങ്കിലും മൈക്ക് ഇഷ്യൂസ് ഉണ്ടോ? ഇല്ല, ഇപ്പൊ കറക്റ്റ് ആണ്, ക്ലിയർ. ഓക്കെ. പരിഹരിച്ചിട്ടുണ്ട്. Okay, sir. Good morning, sir. My name is Chippi Rajan. I am residing in Poonyar, Kottayam district of Kerala. My family consists of 4 members, my parents, my brother and myself. I am 27 years old. I have worked as a student relationship officer at Santa Monica Study Abroad, where I worked with the students who are interested to study in an abroad university. So I helped them with the documentation, visa application, etc. Coming to my education, I graduated from St. George's College at Vithara in BA English, Language and Literature. My greatest achievement is that I was able to publish an article in a book named New Trends in Business Management, where I wrote about disaster management, and it was published in June of 2021. Then my strengths would be I am an organized and hardworking person with great time management. In my free time, I would like to watch movies, and I am also interested in cooking. I also provide tuition for students below 12th standard. Currently, I am studying hospital administration postgraduate diploma course, and my ambition is to become a patient relation officer in a nearby hospital. Thank you, sir, for giving me this opportunity to introduce myself. Thank you. ഓക്കെ. ജിപ്പി വളരെ ക്ലിയർ ആയിട്ടുണ്ട്. വെരി ഗുഡ്. Thank you, sir. യെസ്, വെരി ഗുഡ്. യെസ്. ഓക്കെ. റിൻസി. Yes, sir. Okay, Rishi, Good morning, sir. Good morning. First of all, thank you for giving this opportunity to introduce myself. I am Yes. Rinsi. My name is Rinsi. I am from Thrissur.
In my family, my husband, he's working in KSRTC at Wayanad Depot, and I have 3 kids. Yes. I have completed my bachelor degree from St. Aloysius College, Thrissur, and then I am joined PG MCom, not completed yet. Now I am joined in hospital administration course because I like to work in a hospital. My strength is I'm self-motivating person. My goal is to working in a hospital. My hobbies are baking and cooking. That's all about me. Thank you. Okay, okay. Nancy, കുഴപ്പമില്ല അത് പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി നമുക്കൊന്ന് എഡിറ്റ് ചെയ്യാനുള്ളൂ. ഒന്നുമില്ല. പിന്നെ 2 സെന്റൻസിന് ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പിലുള്ള ഓക്കെ 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 ഓക്കെ. യെസ്, വെരി ഗുഡ്. വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഭാഗ്യ കണ്ടിന്യൂ. ഭാഗ്യ. Good morning. Good morning. I am Bhagyalakshmi from North Paravur. I have completed BA B.Ed in Dakshina Bharata Hindi Prajar Sabha Kodungalur. I have 6 years teaching experience in Little Arts North Paravur. My biggest achievement is my students. Yes. To make a good person. In my life, Yes. I'm sorry, in my family included only my mother. My parents are my strength. My Yes. hobby is doing vlog in YouTube channel. I am confident and self-respected person. I believe myself. I am a strong woman. In my life, I face a lot of problems. I overcome all circumstances with cute smile. I wish my life will be inspiration of other women. Thank you. ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്. കുറച്ചും കൂടി നമുക്ക് ഒരു ലാംഗ്വേജ് ഒന്ന് എഡിറ്റ് ചെയ്താൽ മതി. കുറച്ചും കൂടി ഒരു പൊളൈറ്റ്നെസ് തോന്നുന്ന ലാംഗ്വേജിലോട്ട് ഒന്നൊന്ന് ചില സ്ഥലത്തൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് കയറ്റിയാൽ. ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്. അത് സെന്റൻസിന് കറക്റ്റ് ഉണ്ട്. അത് തന്നെ ഒന്നുകൂടി ഇപ്പൊ നമുക്ക് പറയാറില്ലേ, എനിക്ക് കഴിയും എന്ന് നമ്മൾ പറയും. എനിക്ക് കഴിഞ്ഞു എന്ന് പറയുന്നതിന് നമുക്ക് എനിക്ക് കഴിയും എന്ന് പറയുന്ന പോലെ എഡിറ്റ് ചെയ്താൽ മതി. വേറെ കുഴപ്പമൊന്നുമില്ല. നന്നായിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ലാസ്റ്റ് സെന്റൻസ് ഈസ് ഐ വിഷ് മൈ, അങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറഞ്ഞത്. മൈ ലൈഫ് വിൽ ബി ഇൻസ്പിറേഷൻ ഓഫ് അതർ വുമൺ. അതെന്റെ ആഗ്രഹമാണ്. അതിന് മുമ്പ് കുറച്ച് 2-3 സെന്റൻസുകൾക്ക് മുമ്പ് ഐ സോൾവ്ഡ് സോ മെനി പ്രോബ്ലംസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സെന്റൻസ് പറഞ്ഞില്ല. അതൊന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ. അതൊന്ന് പറഞ്ഞു. In my life, I face a lot of problems. I overcome all circumstances with a cute smile. Yes. Okay, 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 okay. Yes. Very good, very good. അപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ അപ്പോൾ ഫുഡ് ചേർക്കുകയാണെങ്കിൽ ഐ കുഡ് ഓവർകം, എനിക്കത് കഴിഞ്ഞു. മറ്റേതൊരു ഓക്കെ സാർ, എനിക്ക് ഈ ലാംഗ്വേജില് ഇംഗ്ലീഷില് ഷുഡ് കുഡ് ഇതൊക്കെ ഞാൻ ഒഴിവാക്കാറാണ്. എനിക്ക് പ്രയോഗിക്കാൻ അറിയില്ല എന്നുള്ളതാണ് സത്യം. അത് ചെയ്ത് വരുമ്പോ എന്തായി, അതപ്പോ കുറച്ചും കൂടി ഒരു ഭവ്യതയിൽ പറയുന്ന പോലെ. ഓക്കെ ഓക്കെ റെഡിയാക്കാം. ഷുഡ് ഇതൊക്കെ വരും. Okay, okay. Anyway, Bhagya, your performance was very good. And you said that you are a Hindi teacher. And why did you like the Hindi subject? What is your inspiration? Do you like Hindi? Sir, in my childhood, I saw so many Hindi films and Hindi music. And 7th standard, my sister speak in Hindi. And I choose that language. And thus you came to understand, came to love Hindi language. Hindi. Yes. Okay. Currently, where you are teaching now? No, sir, I am not working now. You are not working now? No. Yes. ഞാൻ ഹിന്ദിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നൊരു കാര്യങ്ങൾ നോക്കിയതാണ്. യെസ് യെസ് യെസ്, ദാറ്റ് ഈസ് നോട്ട് ഇൻ മൈ ഹാൻഡ്. ഓക്കെ, യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഭാഗ്യ, വെരി ഗുഡ്, വെരി ഗുഡ്. ആൻഡ് യു ഹാവ് ഇനഫ് കോൺഫിഡൻസ്. വെരി ഗുഡ്. ദാറ്റ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ബൈ യുവർ വേർഡ്സ്. ഓക്കെ, ശരണ്യ, സയന,
So you want to say Saranya? Saina. Sir, Go good ahead, morning, sir. Okay, go. Myself, Sana. First of all, thank you for opportunity to introduce myself. I'm Yes. coming from Kannur, live in Kunnaru. Yes. I have already studied Bachelor of Business Administration in Sunrise College, but not completed. Yes. Suddenly, I'm break. My strengths are I'm self-motivating person and I have strong communication skills also. About my Yes. family consistent joint family. My father, mother, brother, grandmother, uncle, and me. I speak in good communication for Hindi and Malayalam and little bit English. My hobbies are writing and reading and watching TV. It's all about me. Thank you, sir. Okay, very good. And you told that you have the hobby of writing. What are you specialized in writing? Poems, stories, what it is? അല്ല ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാല് നമ്മളെ നോർമലി എഴുതുന്ന കാര്യങ്ങൾ എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. Okay. അല്ലാണ്ട് പോയംസ് അങ്ങനെ റൈറ്റ് ചെയ്യലില്ല. Okay, very good. Okay, Shaina. And you told that why didn't you continue your BBA? അത് പെട്ടെന്ന് ഫീസിൽ കുറച്ച് ഭയങ്കര സ്ട്രെങ്ത് വന്നപ്പോ ഒഴിവാക്കിയതാ. Okay. Very good. Okay. And you told that you are living in a joint family. What is your opinion about a nuclear family? ഇപ്പം മാറിപ്പോവാനുള്ള ഒരു ഇതുണ്ട്, ഇങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നതെന്ന് മാത്രം. Yes. Are you married? No, single. Suppose that you are married person. Which type of life that you prefer? You want to live in a joint family or you want to live in a nuclear family with your husband? Small family. Small family. Why did you select that to be a micro family? Already fix ചെയ്ത്. Yes. Okay. Very good. Okay. പിന്നെ ഞാൻ ഇവിടെ അല്ല സർ, നാട്ടിലല്ല. അത് കാരണം പിന്നെ എനിക്ക് ഞാനിങ്ങനെ അധികം കൂടുതലായിട്ട് ജോയിന്റ് ഫാമിലിയിൽ നിൽക്കാറില്ല. ഞാൻ പുറത്താണ്, ദുബൈയിലാണ്. Yes. Very good. Okay. Very good. Okay. Sign up. Very good. Yes. Can you go forward? സാർ, എനിക്ക് ഇംഗ്ലീഷ് അത്ര അറിയൊന്നുമില്ല, എന്നാലും എല്ലാരും പറയുന്ന കേട്ടപ്പോ എനിക്കും പറയണമെന്ന് തോന്നി. അപ്പൊ ഗഫൂറിന്റെ ശരിക്കുള്ള പേരെന്താണ്? ന്യൂസില അല്ലേ? ന്യൂസില. അപ്പൊ ഞാനേ എത്രത്തോളം ശരിയുണ്ടെന്ന് അറിയില്ല. നോ പ്രോബ്ലം, അതിനെ കുറിച്ചാണ് വിട്ടേക്ക് ന്യൂസില. കാരണം ഞാൻ സന്തോഷിച്ചെന്നറിയാമോ, ഇത്രയും നേരം സംസാരിച്ചിട്ട് ഒരു ആൺകുട്ടി വന്നല്ലോ എന്നും മനസ്സിൽ ഞാൻ വിചാരിച്ചു. പിന്നീടാണ് മനസ്സിലായത് ഇപ്പൊ അതാണ് ശരിക്കുള്ള പേരെന്താണെന്ന്. ഓക്കെ ന്യൂസില. Good morning to all. My name is Nusila, coming from Malappuram, staying in Edavanna. Yes. I have married 2 children, husband working Saudi. My friend, my husband. Yes. I have completed degree from IGNOU University last year. I have completed DED of TTC from Jamia Nadiriya Edavanna. Yes. Teaching field 6 year experience in government CBSE school. I favorite course in hospital administration. Yes. My ambition is good teacher and the society and my student. Yes. I am waiting result teaching exam. Thank you, sir. This opportunity myself introduce. Okay. വലിയ കുഴപ്പമൊന്നുമില്ല. ന്യൂസില കുഴപ്പമൊന്നുമില്ല. വെരി ഗുഡ്. ഒന്നുകൂടെ റെഡിയാക്കാവുന്നുണ്ടോ? നമ്മുടെ കയ്യിൽ മെറ്റീരിയൽസ് ഉണ്ട്. ഓക്കെ. അപ്പോ you told that you are coming from Edavanna, and there is one more person also coming from Edavanna. Roshni is also coming from Edavanna എന്ന് പറഞ്ഞിട്ടുണ്ട്. She is also coming from Edavanna. Okay, sir. Okay, yes. Thank you, sir. Very good. ഇനി ആർക്കെങ്കിലും എനിബഡി ഇതേപോലെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോ ഞാനും ഒന്ന് പറഞ്ഞു നോക്കട്ടെ എന്ന് മനസ്സിൽ തോന്നിയിട്ട് ആർക്കെങ്കിലും? യെസ്, ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല, പേര് പറയുന്നില്ല. പറഞ്ഞു നിഷിത. ഗുഡ് മോർണിംഗ് സാർ. ഓക്കെ, ഗുഡ് മോർണിംഗ്. സാർ ഗ്രാമർ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും, എങ്കിലും ഒന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല, നോ പ്രോബ്ലം.
Sir, I'm Nishida Abi from Thrissur. Yes. I'm a housewife, but now I'm studying in diploma hospital administration course Yes. from Smart Academy. Yes. I have been completed BCom Corporation from Calicut University. Yes. I have children. My husband is working out of the country. Yes. He's a graphic designer, worked in Sharjah. Yes. In my happiness, full of my family. Yes. I like driving and gardening. Yes. I would like to go to out of the country for doing in this hospital administration job. Yes. I tried to get in this job well. Yes. Okay, sir. Thanks. It's enough. Okay. And you told that you have passed the cooperation. Why Yes. don't you try to be employed in a cooperative societies? BCom, sorry, I'm not well interested. I'm not well interested in BCom Corporation. Yes. And what was your interest? What was your interest? Interesting subject. Interest is driving and teacher, driving teacher. I am moreover I like driving teacher. Yes. Because my father is a driving mush. My family, my family full of driving driving teacher. Yes. My father, my brother. So from this verse, I can understand that driving is your passion. Am I right? Yes. I Yes. like. Okay. And you want to be employed outside India. Why? Yes. Why don't you go to outside India? Why can't you work within India? Sir, question over. Why you told that you want to go out abroad? Yes. Why? Money is precious, and I think hospital administration course very vacancy. Yes. Out of the country. Yes. No, but so I think that very well. Okay. Okay, I understood that. Now you told that money is the main problem. Do you believe that money is the basic problem of every difficulty in life? Do you believe that? Yes, I believe money is precious for any things, any activities. പിന്നെ പറയാൻ പറ്റില്ല സർ. Okay, I ask you one more question. Have you ever experienced any difficulty due to the shortage of money? Yes. Oh, yes. That is why you consider that money is most important thing in life. Yes. Sir, money is main problem in our life. Then my children's growing time. Yes. Okay. Because okay, understand. We can. Okay. Children's പറഞ്ഞിട്ടുണ്ട്. നിഷിത മാത്രമല്ല വേറെ കുറച്ച് പേര് അനുഭവം പറഞ്ഞു. ചിൽഡ്രൻസ് പറയുന്നത് ചിൽഡ്രൻ പറഞ്ഞാൽ ഒരു കുട്ടിയുള്ള ഒരു ചൈൽഡ് ഒന്നിനും കുട്ടികളുടെ ചിൽഡ്രൻ. അപ്പൊ അവിടെ ചിൽഡ്രൻ പിന്നെ ചെയ്യാറുണ്ട് ചൈൽഡ് ആൻഡ് ചിൽഡ്രൻ. ഓക്കെ നിഷിത. ഓക്കെ. നിഷിത പറയുന്ന ഓരോ ഉത്തരത്തിൽ നിന്നായിരിക്കും അടുത്ത ചോദ്യം ഉണ്ടാവുന്നത്. ഓക്കെ. അപ്പൊ അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ. കുറച്ച് വളരെ മനോഹരമായിരുന്നു. ഓക്കെ, ഇനി ആർക്കാണ് പറയാൻ താല്പര്യമുള്ളത്? ഞാൻ പറയാം. ഓക്കെ, നിമ്മി. യെസ്. ഞാൻ ഇന്നലെ ഉണ്ടായിരുന്നില്ല, നെറ്റ് പ്രോബ്ലം ആയതുകൊണ്ട് ക്ലാസ് കിട്ടാണ്ടായിരുന്നില്ല ഇന്നലെ. കുറെ പ്രാവശ്യം കട്ടായി പോവാറുണ്ട്. ഞാൻ ഇവിടെ ഇന്നലെ നോക്കിയായിരുന്നു. കാവ്യ പിന്നെ നിമ്മി ഇവരൊക്കെ നോക്കിയായിരുന്നു. ക്ലാസ്സിൽ കയറിയായിരുന്നു. അത് കഴിഞ്ഞിട്ടേ കറണ്ട് ഇല്ലാത്ത കാരണം വൈഫൈ കിട്ടണ്ടായിരുന്നില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയിക്കൊണ്ടിരിക്കണായിരുന്നു, മൊബൈലിൽ നിന്ന് കിട്ടാൻ. Okay, sir. Good morning, all of you. First of all, I would like to thank everyone for giving this opportunity. I am coming from Ernakulam district.
North Parur. I completed +2 in Palia Higher Secondary School and I completed BCom in Queen Mother's College, Aluva. I am an accountant. Still, I am not working now because the last year I fell down in bathroom and broken my leg and dislocation, cut vein, and also some problems. So I am rest now. My family, in my husband, is a businessman. I have 2 children. The first children is studying 4th standard, and the second child is 1 year old. My hobbies are singing, dancing, and cooking, and cake baking, and gardening also. Now I am joining hospital administration course. Yes, that is all. Okay, Nimi? Okay, thank you, sir. Okay. Suppose that if you are employed, you have to stay, you have to take day and night duties. Are you ready? Yes. Yes or no? So once more. If you are appointed here, you have to take day and night duties, and you don't know that you have a small child. Then how can you continue here? Child. പ്രതീക്ഷിക്കേണ്ട ഒരു ചോദ്യമാണിത്. ആ സമയത്ത് നമ്മൾ ഈ ഉത്തരത്തിന് വേണ്ടി പരിധി ഇറക്കും. ചെറിയൊരു കുട്ടിയുണ്ടെന്ന് പറഞ്ഞു, ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് എടുക്കേണ്ടി വരും. അപ്പൊ ചെറിയ കുട്ടി ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ജോലിയിൽ ഇവിടെ തുടരാൻ പറ്റുമോ ഇല്ലയോ? യെസ്, നമ്മളെപ്പോഴും ഇങ്ങോട്ട് വരാൻ സാധ്യതയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മളിത് മെന്റലി പ്രിപ്പയർ ആയിരിക്കും. അപ്പൊ ഇപ്പോ ഇവിടെ ആയതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അവിടെ ഇങ്ങനെ കുറച്ച് സമയം എടുത്തൊക്കെ പറയുമ്പോൾ യെസ്, ഒരു ആൻസർ റെഡി ആയിരിക്കണം. ഓക്കെ, വെരി ഗുഡ്. I am ready to work night shift. Okay. Yes, അത് പറയാൻ നമ്മൾ കുറച്ച് സമയം പിടിച്ചില്ലേ? ഓക്കെ, മറ്റേതാണെങ്കിൽ കൃത്യമായിട്ട് പറയാം. Okay, you told that you have the habit of singing song. Yes, sir. Have you studied classical music? I enjoyed classical music. Have you studied classical music? No, No, I have am not studied. Not studying. Okay. Then I enjoyed music. You want to be known to be a playback singer? No. പള്ളിയില് പാട്ട് പാടും, അങ്ങനെ അത്രേ ഉള്ളൂ. പള്ളിയിൽ പാട്ട് പാടാറുണ്ട്. Okay, which is your church? കൂട്ടുകാട് ലിറ്റിൽ ഫ്ലവർ ചർച്ച്. Yes, okay. Then sing a song. ഈശോയിൻ ജീവൻ നിറയണം, നാദാ എന്നുള്ളിലെ സ്വരമല്ലോ, ആത്മാവിലെ ചെറുപുൽക്കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂപം ഞാൻ, കനിവോലുമാരൂപം. കിനാവിലെ സാമ്രാജ്യങ്ങൾ തകർന്നു വീഴുമ്പോ, 1000 സാന്ത്വനമേകി ഉയർത്തുമല്ലോ നീ. ഒരു പൂ പിരിയുമ്പോ, പൂന്തേൻ കിനിയുമ്പോ, കാറ്റിൻ കുളിരായി നീ എന്നെ തഴുകുമ്പോ, കാരുണ്യമേ നിന്നെ അറിയുന്നു എന്നാദാ, നമിപ്പു ഞാനിന്നും. ഈശോയിൻ ജീവൻ നിറയണം, നാദാ എന്നുള്ളിലെ സ്വരമല്ലോ, ആത്മാവിലെ ചെറുപുൽക്കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂപം ഞാൻ, കനിവോലുമാരൂപം.
Thank you, sir. Okay. Very good, Nimi. Good, നല്ല വോയിസ് ആണ് Nimi. Okay. Thank you. പറയാൻ ഓക്കെ തസ്നിയ ഇപ്പൊ വേണമെങ്കിൽ റെഡി ആയിക്കോളൂ. തസ്നിയ ഓക്കെ. നോ പ്രോബ്ലം. ആർ യു റെഡി? വി ആർ റെഡി ടു ഹിയർ. അപ്പൊ തസ്നിയ പറയുന്നത് തസ്നിയക്ക് ഒരു പാട്ട് പാടാൻ അവസരം തരാം എന്നാണ് പറഞ്ഞത്. കാരണം നമ്മുടെ ഉള്ളിൽ ആ ടാലന്റ് കിടപ്പുണ്ടെങ്കിൽ നമുക്കത് പറയാൻ അവതരിപ്പിക്കാൻ ഒരു സ്ഥലം വേണ്ടേ? യെസ് തസ്നിയ, ആർ യു റെഡി? ഇഫ് യു ആർ റെഡി, ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിലായാലും നമുക്ക് കുഴപ്പമില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ ഓക്കെ. അപ്പൊ റെഡി ആയിട്ട് പറയാന്നല്ലേ? ഓക്കെ. നിമി, വെരി ഗുഡ്. ഓക്കെ കേട്ടോ, യുവർ പെർഫോമൻസ് വെരി ഗുഡ്. ഓക്കെ. ചില ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിതമായിട്ട് വരുമ്പോൾ അത് നമ്മൾ പ്രിപ്പയർഡ് അല്ലാത്തതുകൊണ്ട് വരുന്ന ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഓക്കെ. നമുക്ക് ഒറിജിനലായിട്ട് ഇന്റർവ്യൂവിന് പോകുമ്പോൾ എല്ലാ വശത്തു നിന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞേക്കാം. ഈവൻ അന്നത്തെ പത്രത്തിലെ പ്രധാന വാർത്ത പോലും നമ്മൾ നോക്കിയിരിക്കണം. അപ്പൊ അവര് ചിലപ്പോൾ ചോദിക്കും ഇന്നത്തെ പത്രത്തിലെ പ്രധാന വാർത്ത. അപ്പൊ നമുക്ക് പറയാം ഐ ഹാവ് നോട്ട് റെഡ് ദി ന്യൂസ് പേപ്പർ ഫുൾ ബട്ട് ഐ നോ ദ ഹെഡിങ്. എന്റെ ഹെഡിങ് അറിയാം. അപ്പൊ അവര് മനസ്സിലാക്കും ഇത്രയും തിരക്കിന്റെ ഇടയിലും പത്രം വായിക്കാനായിട്ട് സമയം കണ്ടെത്തുന്ന കുട്ടിയാണ്. വെരി ടാലന്റഡ്. നമ്മൾ അന്ന് മാത്രമേ നോക്കിയിട്ടുള്ളൂ, അത് വേറെ കാര്യം. എന്നിരുന്നാലും നമ്മൾ എന്ത് പറയുന്നു അത് നമ്മൾ പറഞ്ഞിരിക്കുന്നു. when I participated in the interview, അപ്പോ അത് PC ഇന്റർവ്യൂ. അപ്പൊ ചോദിച്ചൊരു ചോദ്യമായിരുന്നത്, ഈ അടുത്ത കാലത്തായിട്ട് പത്രത്തിന് സ്ഥിരം വരുന്നൊരു വാർത്തയുണ്ടല്ലോ, അതിനെ കുറിച്ച് പറയാമോ എന്ന് പറയാം. യെസ്. പത്രത്തിൽ വരുന്നൊരു വാർത്തയുണ്ടല്ലോ, സ്ഥിരം വരുന്ന ഒരു വാർത്ത, അതിനെ കുറിച്ച് എന്താ അഭിപ്രായം എന്ന് വെച്ചു. അപ്പൊ ശരിയായിരുന്നു. അന്ന് ജപ്പാന്റെ സഹായത്തോട് കൂടിയിട്ട് കേരളത്തില് അതിരപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ജലവൈദ്യുത പദ്ധതി വരുന്നതിനെ കുറിച്ചുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുപേര് പദ്ധതി വേണമെന്നും കുറച്ചുപേര് പദ്ധതി വേണ്ടതെന്നും. അപ്പൊ അതായിരുന്നു ചർച്ച. ആ വിഷയം എന്താണെന്നാണ് ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നതാണ് വിഷയം, ഇന്നതാണ് പറഞ്ഞു. ഓക്കെ. അപ്പൊ സമകാലീന സംഭവങ്ങളെ കുറിച്ച്, കണ്ടംപററി ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ കുറിച്ച് അറിയാം എന്നൊരു ധാരണ വരും. യെസ്, അതാണ് ഞാൻ എപ്പോഴും പറയാറ്, ഒരറിവും ചെറുതല്ല എന്ന് പറയാനുള്ള കാരണം. അത് എപ്പോഴും നമ്മളത് ശ്രദ്ധിക്കുകയാണ്. ഓക്കെ. അതിനെ കുറിച്ച് കൂടുതലായിട്ട് വീണ്ടും പറയാം, അതിന്റെ ഇന്റർവ്യൂവിനെ കുറിച്ചൊക്കെ പറയാം. അപ്പൊ ഞാനിപ്പോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പറയുകയാണ്, നിങ്ങളുടെ പെർഫോമൻസ് വളരെ മനോഹരമായിരുന്നു. ഒരു ദിവസം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങളത് ഒന്ന് പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് അവതരിപ്പിക്കുമെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. യുവർ ടാലന്റ് വാസ് വെരി ഗ്രേറ്റ്. പിന്നെ നിങ്ങൾക്ക് അതിനുള്ള കാലിബറൊക്കെ ഒന്നുകൂടി ഒന്ന് റെഡി ആയാൽ മതി. അത് ഒറിജിനൽ ഇന്റർവ്യൂ വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കും പോവുക. അപ്പൊ ഇതൊരു എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾ മനസ്സിൽ വെക്കുക. ഒറിജിനൽ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ വളരെ നന്നായിട്ട് കുറച്ചും കൂടി നല്ല സ്റ്റൈലായിട്ട് ഭംഗിയിൽ അവതരിപ്പിക്കുക. ഓക്കെ. കുറച്ച് കാര്യങ്ങൾ നല്ല സ്റ്റൈലായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചിപ്പിയൊക്കെ വളരെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. വെരി ഗുഡ്. ഇന്നലെ ഒരു കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും നല്ലത് ആരാണെന്ന് പറയുന്നത് സെലക്ട് ചെയ്ത് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാനത് നോക്കിക്കഴിഞ്ഞേ ഒരാളെ സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നിലധികം സെലക്ട് ചെയ്തവരെന്ന് എനിക്ക് തോന്നി. യെസ്. അപ്പൊ ശരണിക്ക് അത് തോന്നി. ഞാൻ കുറച്ച് പേരുടെ എഴുതി വെച്ചിട്ടുണ്ട്. സാറ് പറഞ്ഞ പോലെ ചിപ്പി നന്നായിരുന്നു, പിന്നെ ഭാഗ്യ, റെനീഷ നന്നായിരുന്നു. റെനീഷയ്ക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാ കുറച്ചുകൂടി ഇങ്ങനെ എനർജി ആയിട്ട് പറയായിരുന്നു. അതുപോലെ ആതിരെ ഇങ്ങനെ സൗണ്ടിലൊരു പ്രശ്നം വന്ന കാരണം അങ്ങനെ ഒരു സൗണ്ട് സാറ് പറഞ്ഞില്ലേ, അതുപോലെ അതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഒരുവിധം നന്നായി തോന്നിയത് ചിപ്പി, ഭാഗ്യ, അതുപോലെ പിന്നെ ആരായിരുന്നു, ഒരു മിനിറ്റ് സാർ, പിന്നെ റെനീഷ, വീണ കുഴപ്പമില്ലായിരുന്നു. പിന്നെ അഫ്ലയുടെ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി കോൺഫിഡന്റ് ആയിട്ട് പറയായിരുന്നു. ഇങ്ങനെ കുറച്ചിങ്ങനെ എന്താ പറയാ, ഇങ്ങനെ ഗ്ലൂമി ആയിട്ട് പറഞ്ഞ പോലെ തോന്നി. കുറച്ചുകൂടി കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ അതിലുണ്ട്. അപ്പൊ അത് നന്നായി കോൺഫിഡന്റ് ആയിട്ട് പ്രസന്റ് ചെയ്താൽ ഒന്നുകൂടി നന്നാവുമെന്ന് തോന്നി. പിന്നെ സയന
MBA കുട്ടി പറഞ്ഞു. ആ കുട്ടിയും നന്നായി പറഞ്ഞു. ഈ പറഞ്ഞ പോലെ കുറച്ച് എനർജി ആയിട്ട് പറയായിരുന്നു. അങ്ങനെ. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് താങ്ക് യു ശരണ്യ, കാരണം ഞാനും പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമില്ല, ആ സ്പോട്ടിൽ വെച്ച് പറഞ്ഞതായിരുന്നു. താങ്ക് യു. താങ്ക് യു ശരണ്യ ജിസ്. ഓക്കെ. ഇവിടെ ഞാൻ ശരണ്യനെ വേറൊരു പ്രത്യേകമായിട്ട് ഇതിൽ അഭിനന്ദിക്കുകയാണ്. ശരണ്യ ഈ വർക്ക് കാരണം ഞാനൊരു കാര്യം പറഞ്ഞത് അത് അക്കമിട്ട് നോട്ട് ചെയ്ത് വെച്ചു. നമുക്ക് വേണമെങ്കിൽ ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ എന്നൊക്കെ ഏത് സിനിമ പറഞ്ഞ പോലെ ഒറ്റയടിക്ക് പറയാമായിരുന്നു. അങ്ങനെ പറഞ്ഞില്ല. ദാറ്റ് ഇസ് വെരി ഗുഡ്. ഓരോരുത്തരും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ആയിട്ട് പറഞ്ഞു. വെരി ഗുഡ്. അപ്പൊ ഞാൻ അങ്ങനെ പറയാൻ എപ്പോഴും ഉണ്ടല്ലോ, നമ്മൾ സ്പെസിഫൈഡ് ആക്കുക. നമ്മുടെ കയ്യിൽ എപ്പോഴും ഇനിയിപ്പോ ഞാൻ വേറെ ഏതെങ്കിലും ഒരു സംഗതി പറഞ്ഞ സമയത്ത് ശരണ്യനെ വിളിക്കും. ശരണ്യാണ് അതൊന്നും ഓരോരുത്തരുടെ ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ വിശ്വസ്തരാണെങ്കിൽ തന്നെ നിങ്ങൾ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കും. അത് 100% ഉറപ്പാണ്. അത് ചിലപ്പോൾ ഒരു വലിയ കാര്യം നിങ്ങൾ ഏൽപ്പിക്കുന്നതിന് മുന്നോടിയായിട്ടായിരിക്കും ഒരു ചെറിയ കാര്യം നിങ്ങൾ ഏൽപ്പിക്കുന്നത്. അപ്പൊ അത് ചെറുതല്ലേ, ഇതിപ്പോ എങ്ങനെയെങ്കിലും അത് കാണിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചാൽ ഒരുപക്ഷെ അത് നിങ്ങൾ ടെസ്റ്റ് ചെയ്യണതായിരിക്കും. ആ ഒരു ചെറിയ കാര്യം നിങ്ങൾ ഭംഗിയോടും ചെയ്യുന്നതാണ്. ഓക്കെ, ഇവിടെ അല്ലെങ്കിൽ ഇവന്റെ വലിയ കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ ടാലന്റ് ആവും. കാരണം അതുപോലെ സാറേ ബിനി ശ്രുതി അവരുടെ പേര് പറയാൻ മറന്നു. ബിനി ശ്രുതി അവരും നന്നായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇവര് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോ ഇതിൽ നമുക്ക് ഒരാളെ സെലക്ട് ചെയ്യാൻ പറ്റും. ഒരാള് സെലക്ട് ചെയ്യണമെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് വരും. അപ്പോ ഒന്നിലധികം ആളുകൾ ഇതിനകത്തുണ്ട്. അപ്പൊ ഞങ്ങൾ ഇതിനകത്തൊരു റാങ്ക് ലിസ്റ്റ് ഞാനും ശരണ്യയും കൂടി പ്രിപ്പയർ ചെയ്യുന്നതാണ്. അതനുസരിച്ച് മുകളിൽ നിന്നുള്ളവരെ നമ്മൾ അപ്പോയിന്റ്മെന്റ് നടത്തുന്നതാണ്. ഓക്കെ ശരണ്യ, വൺസ് അഗെയിൻ നിങ്ങളുടെ ഒബ്സർവേഷന് നന്ദി പറയുകയാണ്. വെരി ഗുഡ്. എപ്പോഴും ഒബ്സർവേഷൻ. നമ്മൾ ഈ കലോത്സവത്തിന് മത്സരം നടന്നു കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് പ്രഖ്യാപിക്കൂലേ? ആ റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ അവര് ഓരോ പാർട്ടിസിപ്പൻസിനെയും എടുത്തിരുന്നു. ചെസ് നമ്പർ 6 ഇന്നതായിരുന്നു പ്രശ്നം. അങ്ങനെ പറയുമ്പോ ആ ചെസ് നമ്പറിനെ 6 പഠിപ്പിച്ച ടീച്ചർ അവിടെ ഉണ്ടാവും. അവര് ചോദിക്കും. അപ്പോ ആ ചോദ്യത്തിനും കൂടി മറുപടി പറയാനായിട്ട് ജഡ്ജസിന് പറ്റണം. അതാണ് ജഡ്ജസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് അങ്ങനെയല്ല, അതിങ്ങനെയാണ്, ഇന്നതാണ് എന്നുള്ള കാര്യം പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്. യുവർ ഒബ്സർവേഷൻ ഇസ് വെരി ഗുഡ്. ഓക്കെ, ഐ അപ്രീഷിയേറ്റ് ഓൾ ഓഫ് യു. അപ്പോ HA15 ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരക്കാരല്ല, ഒന്നല്ലെങ്കിൽ ഒന്ന് വേറൊരു രീതിയിൽ പ്രഗത്ഭരുടെ ഒരു നിര തന്നെയാണ് ഇതിനകത്തുള്ളത്. ഓക്കെ. Thank you, sir. Okay. Thank you, sir. Okay. Thank you, sir. Thank you, sir. Okay. Indian batch ആണ്. Okay. Thank you, sir. Okay, Veena. Thank you, sir. Okay, Priya.